വിശേഷം? കണ്ടിട്ട് കൊറേ ആയല്ലോ. എടാ, നീ കൈനോട്ടക്കാരന്റെ അടുത്ത് പോയി മുഖലക്ഷണം പറയലും കൈനോട്ടവും എല്ലാം പഠിച്ചെന്ന് കേട്ടല്ലോ. അതെ, പ്രൊഫസർ ശശാങ്കന്റെ കീഴിലാ പഠിച്ചത്. എന്നാൽ പറ, എന്റെ മുഖലക്ഷണം കണ്ടിട്ട് എന്ത് തോന്നുന്നു? എന്ത് പറയാൻ, ലക്ഷണം കേട്ടൊരു മോന്ത, അത്ര തന്നെ. കാര്യം പറയുമ്പോ ഒരുമാതിരി ആക്കരുത് പ്ലീസ് എന്ന് പറയടാ. ശരി, ഒന്ന് ശ്രദ്ധിച്ചു നോക്കട്ടെ. മുഖാരവിന്ദേ നയനപ്രകടേ ഗണോപദേ വിദ്യാലഭ്യതേ എന്നാണല്ലോ. മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായി. നിനക്കെന്നെ പോലെ സംസ്കൃതം അറിയില്ലല്ലോ. പെട്ടെന്ന് പറഞ്ഞു തൊലക്കടാ. നിനക്കേ കുറെ കാലം പഠിക്കാനുള്ള യോഗം കാണുന്നുണ്ട്. ഓ, അതാണോ? അതെനിക്കറിയാം. എന്റെ ജാതക നോക്കി ദാമോദര പണിക്കർ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ PhD വരെ പഠിക്കുമെന്ന്. എന്ത് ചെടി PhD? എടാ, റിസർച്ച് ചെയ്ത് കഴിഞ്ഞ് ഡോക്ടറേറ്റ് ഒക്കെ കിട്ടില്ലേ? ഇതാര് പറഞ്ഞെന്നാ പറഞ്ഞത്? ദാമോദര പണിക്കർ. അയാൾക്ക് മുഴുത്ത വട്ടാ നീ PhD എടുക്കുമെന്നൊക്കെ പറയാൻ. പിന്നെ നീയും പറഞ്ഞില്ലേ എനിക്ക് കൊറേ കാലം പഠിക്കാൻ യോഗമുണ്ടെന്ന്? അതെ, ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കട്ടെ, നീ ഇപ്പൊ 3ാം ക്ലാസ്സിൽ 3ാം കൊല്ലമല്ലേ പഠിക്കുന്നത്? അതെ. അതുപോലെ ഓരോ ക്ലാസ്സിലും ഇങ്ങനെ കുറെ കാലം പഠിക്കാൻ യോഗമുണ്ടെന്നാ പറഞ്ഞത്. ദൈവമേ, ആണോ? എന്നാൽ കൈ നോക്കി സമീപ ഭാവിയിൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് പെട്ടെന്ന് പറഞ്ഞേ. ഇതാണോ കൈ? കഷ്ടം. കൈയുടെ ഭംഗി നോക്കി നിൽക്കാതെ പെട്ടെന്ന് പറയടാ. കൈയിലെ ചെളിയും പൊടിയും വെച്ച് നോക്കുമ്പോൾ സമീപ ഭാവിയിൽ ചൊറിയും ചരങ്ങും ഉണ്ടാകാനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നുണ്ട്.